സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നൊന്തു പ്രസവിച്ച മകൻ പ്രാണവേദനയാൽ പിടയുമ്പോൾ അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും സാധിക്കാതെ വെന്തുരുകുന്ന ഹൃദയവുമായി നിന്നപ്പോൾ ഒരുപക്ഷെ അവൾ ഓർത്തിരിക്കാം തന്റെ 14-ാം വയസ്സിലെ സമർപ്പണത്തെപ്പറ്റി. അതുകൊണ്ടാകാം കുരിശിൻ ചുവട്ടിലും ദൈവഹിതത്തിന് തന്നെ സമ്പൂർണമായി വിട്ടുകൊടുക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത്. സഹോദരങ്ങളെ, ദൈവഹിതത്തിന് തന്നെ സമ്പൂർണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നാം നമ്മെ തന്നെ ബലമേൽപ്പിക്കുമ്പോൾ ആ അമ്മ നമ്മെ നയിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇറ്റലിയിലെ പാറമടയിൽ നിന്ന് പത്രോസിന്റെ സിംഹാസനത്തിലേക്ക്, അവിടെ നിന്ന് സ്വർഗത്തിന്റെ മഹത്വത്തിലേക്കും ദൈവത്താൽ ഉയർത്തപ്പെട്ട ഏവരുടെയും മനം കവർന്ന വിശുദ്ധ ജോൺ പോൾ II. അമ്മേ, ഞാൻ പൂർണ്ണമായും നിന്റേതാണ്, തോത്ത തുവ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ സമർപ്പിച്ചവൻ. അതുകൊണ്ടാണ് അലിയുടെ വെടിയുണ്ടകൾക്ക് പരിശുദ്ധ അമ്മയുടെ പൊന്നോമന മകന്റെ ജീവനെ ഹനിക്കുവാൻ അസാധ്യമാകുമാറ് ആ അമ്മ തന്റെ പൊന്നോമന മകനെ നെഞ്ചോട് ചേർത്ത് താങ്ങിയത്. സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ ഞാൻ ഓർക്കുകയാണ് എൻ്റെ വലിയമ്മച്ചി കുരിശിന്റെ വഴിയിലെ പരിശുദ്ധ അമ്മയുടെ ത്യാഗത്തെക്കുറിച്ചും ത്യാഗത്തിലൂടെയുള്ള സമർപ്പണത്തെക്കുറിച്ചും എനിക്ക് പറഞ്ഞു തന്നതും എൻ്റെ അമ്മ കൊന്ത ചെല്ലാനും സുഹൃത ജപങ്ങൾ അഭ്യസിപ്പിക്കാനും എന്നെ പഠിപ്പിച്ചതുമാണ് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്നതിനും നാൾവഴികളിൽ മുഴുവൻ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് മുന്നേറുന്നതിനും എന്നെ സഹായിച്ചത്. വിശുദ്ധ ജോൺ പോൾ പാപ്പായോടൊപ്പം ക്രിസ്തുദാസി സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ ഞാനും പറയുന്നു, അമ്മേ, ഞാൻ പൂർണ്ണമായി നിന്റേതാണ്. ഇതുപോലെ അമ്മയുടെ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും പറയാം, അമ്മേ, ഞാൻ പൂർണ്ണമായി നിന്റേതാണ്.